ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. പരിശുദ്ധാത്മാവിൻ്റെ ക്വാളിറ്റീസിനെ പറ്റിയാണ് നമ്മൾ ഉപമിച്ച് പഠിക്കുന്നത്. ഓയിലാണ് നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് ഓയിലല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ എണ്ണയോട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നു. എണ്ണ ഗിവ്സ് സ്മൂത്ത്നെസ് അല്ലേ. നമ്മൾ എണ്ണ വയ്ക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. കോക്കനട്ട് ഓയിൽ നമുക്ക് ഫേസിന് നല്ലതാണ്, അത് ഉള്ളിൽ ചെന്നാലും കുക്കിങ്ങിന് നല്ലതാണ്. അങ്ങനെ ഓയിൽ ദൈവം തന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഓയിലായിട്ട് എല്ലാവരെയും അഭിഷേകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ചു. ഇന്ന് ന്യൂ സീൽ, ഹോളി സ്പിരിറ്റ് ഈസ് എ സീൽ. അതായത് നമ്മളെ ഹോളി സ്പിരിറ്റ് കൊണ്ട് സീൽ ചെയ്തേക്കുവാണ്. Do not grieve the Holy Spirit of God, by whom you were sealed for the day of redemption എന്ന് എഫേഷ്യൻസ് ചാപ്റ്റർ 4:30. എഫേസ്യ 4:30 പറയുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. സീ ഹൗ സാഡ്. നമ്മൾ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. പാപം ചെയ്യുമ്പം പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ പറയുന്നത്? പൗലോസിൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുകയാണ്, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടു ഒഴിഞ്ഞു മാറട്ടെ എന്ന്. അങ്ങനെ കയ്പൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പക, ദേഷ്യം, ക്രോധം, കോപം അതൊന്നും മനസ്സിൽ വയ്ക്കരുത്. അങ്ങനെ വെച്ചാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് ശരീരത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടല്ലോ, അതുകൊണ്ട് ദുഃഖിപ്പിക്കരുത്. പിന്നെ നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. കണ്ടോ, കുറച്ച് പേർക്ക് ഇപ്പോഴും ക്ഷമിക്കാനുള്ള മനസ്സില്ല അല്ലേ. ആ കയ്പും എല്ലാം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 15 കൊല്ലം മുമ്പ് ഒരാൾ നമ്മളെ ദ്രോഹിച്ചു, നമ്മളോട് എന്തോ പറഞ്ഞു, എന്തോ ചെയ്തു, അങ്ങനെയൊക്കെ അത് വെച്ചുകൊണ്ടിരിക്കരുത്. 10 കൊല്ലം മുമ്പ്, 1 കൊല്ലം മുമ്പ്, കഴിഞ്ഞ കൊല്ലത്തെ എല്ലാം മറക്കുക, എല്ലാം ക്ഷമിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവം പുതിയ കാര്യം ചെയ്യുമെന്ന്. അതും വെച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. സോ ഹോളി സ്പിരിറ്റ് ഈസ് കമ്പയർഡ് ടു എ സീൽ. നിങ്ങൾ ആരെങ്കിലും പോസ്റ്റ് ഓഫീസിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ പാഴ്സൽ വരുമായിരുന്നു അല്ലേ. പാഴ്സൽ വരുമ്പോൾ എങ്ങനെയാണ്? അതൊരു റെഡ് സീലിംഗ് ഉണ്ട്, ഒരു സീലൊക്കെ ഉണ്ട്, ഒരു മുദ്രയൊക്കെ ഇട്ടാണ് വരുന്നത്. അപ്പോൾ അത് തുറക്കുന്നത് ആ അഡ്രസ്സിൽ മാത്രമേ അത് തുറക്കാനുള്ള അവകാശമേ ഉള്ളൂ. ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ഓൺലി ടു ദി ഓണർ. അങ്ങനെ തന്നെ വി ആർ സീൽഡ് വിത്ത് എ ന്യൂ സീൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വെൻ വി അക്സെപ്റ്റഡ് ക്രൈസ്റ്റ് ഇൻ ടു അവർ ലൈഫ്സ്. നമ്മൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ദൈവം ഒരു പുതിയ സീലാണ് തന്നിരിക്കുന്നത്. ഒരു സാത്താനും നമ്മളെ തൊടാൻ പറ്റിയില്ല. ഒരാൾക്ക് ദേ ഹാവ് നോ റൈറ്റ് ടു ഓപ്പൺ ദാറ്റ് സീൽ. അത് ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കില്ല. നൺ ഓഫ് us have the right to destroy. No enemy has the right to touch this സീൽ. ഈവൻ നമ്മളെ തൊടാൻ പോലും ശത്രുവിനെ ദൈവം അനുവദിക്കുകയില്ല. ബിക്കോസ് വി ബിലോങ് ടു ദ ഹെവൻസ് പോസ്റ്റ് ഓഫീസ് അല്ലേ. നമ്മൾ ഹെവൻസ്, സ്വർഗത്തിലെ പോസ്റ്റ് ഓഫീസിൽ നമ്മുടെ നിക്ഷേപമാണ്. വി ആർ എ ട്രഷർ ടു ഗോഡ്, വി ആർ എ പ്ലഷർ ടു ഗോഡ്, വി ആർ വാല്യുബിൾ ടു ഗോഡ്, വി ആർ വെരി പ്രഷ്യസ് ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. അങ്ങനെയാണ് ദൈവം നമ്മളെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞായിട്ട് ഓമനപുത്രിമാരുമായിട്ടാണ് ദൈവം നമ്മളെ കരുതിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ഛായയിലാണ് നമ്മളെ സൃഷ്ടിച്ചത്. അപ്പോൾ റിഡംഷന് വേണ്ടി അവസാനത്തെ ദിവസം നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ സീൽ നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഓണർ ആരാണ്? ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തിന് മാത്രമേ നമ്മളിൽ അവകാശമുള്ളൂ. ബിക്കോസ് ഹി ഹാസ് പർച്ചേസ്ഡ് us. നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് എങ്ങനെയാണ്? പൊന്ന വെള്ളി എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, സ്വന്തം രക്തം കൊടുത്താണ് ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. സോ വി ബിലോങ് ടു ഹിം ആൻഡ് ടു ഹിം അലോൺ. എല്ലാവരും പറ, ഐ ബിലോങ് ടു ക്രൈസ്റ്റ് അലോൺ. ഐ ബിലോങ് ടു ഗോഡ്, നോട്ട് ടു ദ ഡെവിൾ കനോട്ട് ടച്ച് മീ. സാത്താൻ എന്നെ തൊടാൻ ഒരവകാശമില്ല. ഞാൻ പിതാവിൻ്റെ സ്വന്തമാണ്, ഞാൻ സ്വർഗീയ പിതാവിൻ്റെ സ്വന്തമാണെന്ന് പറ. നമുക്കിതൊന്നും കാണത്തില്ല, നമ്മുടെ ഈ ബാഹ്യമായ കണ്ണുകൊണ്ട് ഇതൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ എവരിത്തിങ് വി റിസീവ് ബൈ ഫെയ്ത്ത് അല്ലേ. വിശ്വാസത്താൽ നമുക്കിതെല്ലാം സ്വീകരിക്കാൻ സാധിക്കും, വിശ്വാസത്താൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ സേറ്റൻ വിൽ സീ ആൻഡ് റെക്കഗ്നൈസ് ഇറ്റ്.
അങ്ങനെ സ്വർഗത്തിലെ ഇട്ടവരെ സാത്താന് തിരിച്ചറിയാൻ പറ്റും. സ്വർഗത്തിലെ ബ്ലഡ് മാർക്കുള്ളവരെ, യേശുവിൻ്റെ രക്തത്താൽ പൊതിഞ്ഞവരെ സാത്താന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അവരെ എല്ലാം തിരിച്ചറിയും. അതാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ ഐ നോ ക്രൈസ്റ്റ്, ഐ നോ പോൾ, ബട്ട് ഹു ആർ യു എന്ന് ചോദിച്ചത്. അപ്പോൾ പോളിനെ അറിയും, ക്രിസ്തുവിനെ അറിയും, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. സോ പരിശുദ്ധാത്മാവിൻ്റെ സീലില്ലെങ്കിൽ, അഭിഷേകമില്ലെങ്കിൽ സാത്താൻ ചോദിക്കും, നിൻ്റെ മേലതൊന്നും ഇല്ല, നീ ആരാണെന്ന്. അങ്ങനെയാണ് സാത്താൻ പോലും റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഹോളി സ്പിരിറ്റ് സീൽ അത് ഭയങ്കര അത്യാവശ്യമാണ്. അത് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് യു ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ്. നമുക്കത് മനസ്സിലാക്കണം. എപ്പോഴും നമുക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാകണം. ഗോഡ് ഈസ് ഇൻ മീ, ക്രൈസ്റ്റ് ഈസ് ഇൻ മീ, ഹോളി സ്പിരിറ്റ് ഈസ് ഇൻ മീ, ഐ ഹാവ് ബീൻ സീൽഡ്, ഐ ഹാവ് ബീൻ റിഡീംഡ്, ഐ ഹാവ് ബീൻ ഗ്യാരണ്ടി. അങ്ങനെ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അന്നേരം നമുക്ക് അത് അവെയർനെസ് ഉണ്ടാകും. അല്ലെങ്കിൽ സാത്താന് നമ്മളിൽ വന്ന് he will take authority over us, rule over us. ഒരിക്കലും പാടില്ല. എന്തുകൊണ്ടെന്നാൽ വി ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും പറ, ഐ ആം സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഒന്ന് പറഞ്ഞേ, ഗോഡ് ഹാസ് സീൽഡ് മീ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. എല്ലാവരും പറഞ്ഞേ, എന്നെ ദൈവം പരിശുദ്ധാത്മാവിനാൽ സീൽ ചെയ്തിരിക്കുകയാണ്, മുദ്രയിട്ടിരിക്കുകയാണ്. സേ ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ ഉള്ളവനാണ്. പറ, ഐ ആം ദ റൈറ്റിയസ്നെസ് ഓഫ് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ നീതിയാണ്. ഐ ആം സീൽഡ് ആൻഡ് അനോയിൻറ്റഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ഞാൻ മുദ്രയടിച്ചവനാണ്. ഞാൻ ദൈവത്താൽ അഭിഷേകം ചെയ്തവളാണ്. മൈ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ലിവിങ് ഗോഡ് എന്ന് പറയുക. എപ്പോഴും നമ്മളോട് തന്നെ നമ്മൾ പറയണം, ഉറക്കെ ഇത് പറയണം. സാത്താൻ കേൾക്കും. നമ്മൾ തന്നെ നമുക്ക് ഒരു ധൈര്യം വരും, ഒരു കോൺഫിഡൻസ് വരും. ബിക്കോസ് വി ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. വി ആർ വാക്കിംഗ് വിത്ത് ഗോഡ്. ദൈവം നമ്മളിലുണ്ടെന്നുള്ള ആ റിയലൈസേഷൻ, ആ അവെയർനെസ് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് വി നീഡ് ടു കൺഫെസ് ഗോഡ്സ് വേർഡ് വെരി ലൗഡ്ലി. അന്നേരം സാത്താനും കേൾക്കും, നമ്മളെ തന്നെ അത് ഒരു സ്ഥിരതയുണ്ടാകും. എന്നിട്ട് പറയണം, സോ സാറ്റൻ വിൽ ട്രെമ്പിൾ ആൻഡ് ഫ്ലീ. നിങ്ങളിങ്ങനെയൊക്കെ പറയുമ്പോൾ, നിങ്ങൾ ഉറക്കെ പറയുമ്പോൾ സാത്താൻ എന്ത് ചെയ്യും? ഓടിപ്പോകും, നിങ്ങളെ വിട്ട് ഓടിപ്പോകും, വരാൻ പോലും ഭയമാകും. അതുകൊണ്ടല്ല യേശു പറഞ്ഞ്, ഇറ്റ് ഈസ് റിട്ടൺ ഡെവിൾ, ഇറ്റ് ഈസ് റിട്ടൺ മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ എന്ന് പറഞ്ഞ് എഴുതപ്പെട്ടിരിക്കുന്നു. നീ ദൂരെ പോന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗെറ്റ് ബിഹൈൻഡ് മീ സാറ്റൻ എന്ന് പറഞ്ഞപ്പോൾ സാത്താൻ ഓടിപ്പോയും. നമ്മളെ അങ്ങനെയാണ് സാത്താന് ടെംപ്റ്റ് ചെയ്യാനായിട്ട് വരും. പക്ഷേ ഇങ്ങനെ ദൈവവചനം പറഞ്ഞ് പരിശുദ്ധാത്മാവിനുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ഞാൻ നയിക്കപ്പെടുന്നത്, ഇങ്ങനെ നമുക്ക് അവെയർനെസ് ഉണ്ടാവണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ സാത്താൻ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കാൻ വരികയില്ല. ഉപദ്രവിക്കാൻ വരും, പക്ഷേ ഹി ഹാസ് നോ അപ്പർ ഹാൻഡ്. ഗോഡ് വിൽ ടേക്ക് പൊസഷൻ ഓഫ് യു. അതാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ് നിങ്ങൾ. റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് വിൽ ഫ്ലീ അവേ ഫ്രം യു. ജെയിംസ് ചാപ്റ്റർ 4:7. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ സാത്താനെ ആട്ടി ഓടിക്കുക, എതിരിടുക. അന്നേരം നമ്മൾ റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ് സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നാണ്. അങ്ങനെ ചെയ്യാൻ എല്ലാവരും ദൈവം സഹായിക്കട്ടെ. റെസിസ്റ്റ് ദ ഡെവിൾ ആൻഡ് യു വിൽ ഫ്ലീ ആൻഡ് യു കീപ് റിപ്പീറ്റിംഗ് ഗോഡ്സ് വേർഡ്. അതാണ് ചെയ്യേണ്ടത്. ദൈവവചനം ഞാൻ കുറേ എക്സാമ്പിൾ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മൾ പാട്ട് പാടിക്കൊണ്ട്, നമ്മൾ സ്തുതിച്ചുകൊണ്ട്, നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോടു കൂടി നടക്കുമ്പോൾ ഒരു സാത്താനും നിങ്ങളെ പൊസസ് ചെയ്യാനോ ഉപദ്രവിക്കാനോ സാധിക്കുകയില്ല. ഓക്കെ, യു ആർ സീൽഡ് ആൻഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഫോർ ദ ഡേ ഓഫ് റിഡംഷൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ദൈവമേ നന്ദി. സ്വർഗീയ പിതാവേ, എന്നെ ഇതെല്ലാം പഠിപ്പിച്ചു, എനിക്കിതെല്ലാം ചെയ്തതിനായി നന്ദി പറയാം. കർത്താവേ, എന്നെ സാത്താനിൽ നിന്ന് രക്ഷിച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടതിനായി നന്ദി പറയുന്നു. യെസ് ലോർഡ്, ആ മുദ്ര ഒരാൾക്കും തൊടാൻ സാധിക്കില്ലല്ലോ. കർത്താവേ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്യുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.